भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകൂ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോസ്യോൽപ്രേക്ഷക ആദിമധ്യനിധനേ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാ. യം സമ്പദ്യ ജഹാത്യജാമനുഷൈ സുപ്തകുലായാം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 726 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 87 അധ്യായത്തിൽ 30 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇത് ശ്രുതിഗീത അല്ലെങ്കിൽ വേദസ്തുതി എന്നറിയപ്പെടുന്ന ഭാഗവതത്തിലെ 7ാമത്തെ ഭാഗം കൂടിയാണ് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചും കൊണ്ട് ആ വരികളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപരിമിത ധ്രുവാസ്തനുഭൃതോ യദി സർവഗദാസ്തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരഥാ അജനിജയന്മയം തദവിമുച്യ നിയന്ത്രഭവേൽ സമമനുജാനതാം യദമതം മതദുഷ്ടതയാ. ഹേ ധ്രുവ, അല്ലയോ നിത്യനായിരിക്കുന്നവനെ, തനുഭൃത ജീവാത്മാക്കൾ അപരിമിത എത്രയുണ്ട് എന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും അധികമാണ്. ധ്രുവ നിത്യന്മാരും സർവഗത എല്ലാ സ്ഥലത്തും വ്യാപിച്ചവരും യതിസ്യു ആയി മാറണമെങ്കിൽ തർഹി എന്നാൽ ശാസ്ത്രദാന ശാസിക്കാൻ യോഗ്യന്മാരാവൂ എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് നിയമം ഭവിക്കില്ല. ഇതരധാസ്യാൽ ഇതരപ്രകാരേണ ഭവിക്കുകയും ചെയ്യും. യത് എന്മയം അജനി യാതൊന്ന് എന്മയമായി ജനിച്ചുവോ അവിമുച്യ വിടാതെ സമമായിരിക്കുന്ന യാതൊന്ന് അറിഞ്ഞവർക്ക് മതദുഷ്ടതയ ജ്ഞാനദോഷം കാരണം അമതം അറിയപ്പെടുന്നതല്ലാത്തതായി ഭവിക്കുന്നു. അത് നിയന്ത്രഭവേൽ നിയന്താവായി മാറും. പരമാത്മാവിൽ നിന്ന് അവിദ്യ കൊണ്ട് ഉണ്ടാകുന്ന കാര്യോപാധികളോടുകൂടി ഉണ്ടായ ജീവൻ പരമാത്മാവിന്റെ അംശങ്ങൾ തന്നെയാണ് എങ്കിലും ജനന മരണങ്ങളോട് കൂടിയതാണ്. പരമാത്മാവിന് ജനനമില്ല, മരണമില്ല, നിത്യസത്യമാണ്. അതുകൊണ്ട് പരമാത്മാവിനെ ഭജിക്കണം എന്നാണ് നേരത്തെ പറഞ്ഞത്.
അപ്പൊ സംശയം, അവിദ്യ ഒന്നാണോ അതോ പലതാണോ? ഒന്നാണെങ്കിൽ ഒരു ജീവന് മുക്തി ലഭിച്ചാൽ എല്ലാ ജീവാത്മാക്കൾക്കും മുക്തി ലഭിക്കേണ്ടേ? ഇനി ഒന്നല്ല, അവിദ്യ വളരെയധികം ഉണ്ടെങ്കിൽ ജീവികൾക്ക് മോക്ഷം ഉണ്ടാവുകയുമില്ലല്ലോ. എല്ലാ അവിദ്യയിലും ജീവാത്മാക്കൾ വ്യാപിച്ചിരിക്കുന്ന ആ ജീവാത്മാക്കള് ഒരേ പരമാത്മാവിന്റെ അംശഭൂതങ്ങൾ തന്നെയല്ലേ? ഏതാനും ഭാഗം ദുഃഖം, ഏതാനും ഭാഗം സുഖം. അങ്ങനെ വരുമ്പോ സംസാരം തീർന്നിട്ടില്ല, സംസാര ദുഃഖം തീർന്നില്ല. അപ്പൊ ജീവമോക്ഷം ഉണ്ടാവില്ല എന്നാണോ? ഇനി സ്വതേ ജീവാത്മാക്കൾ ഈ അനേകം എന്ന് വന്നാൽ അതിൻ്റെ പരിമാണം ഏത് തരത്തിലാണ്? അണുപരിമാണമാണോ, മധ്യമ പരിമാണമാണോ, ഏത് നില? ഇങ്ങനെ തർക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണുവാണ് എന്ന് വന്നാൽ ദേഹം മുഴുവൻ വ്യാപിക്കാനുള്ള വലിപ്പം ഇല്ല. അപ്പൊ ദേഹത്തിൽ വ്യാപിച്ചു കാണപ്പെടുന്ന ചൈതന്യമല്ല ജീവൻ എന്ന് വരും. ഇനി ദേഹവ്യാപകാണെന്ന് വന്നാലോ മധ്യമ പരിമാണം എന്ന് വരും. അപ്പോൾ അനേകം അണുക്കൾ ചേർന്ന മധ്യമ പരിമാണം ഉണ്ടാകുന്നതായാൽ ജീവൻ അവയവസഹിതനായി, അപ്പോൾ നിത്യത്വം ഉണ്ടാവില്ല. ഇപ്പോ ജീവാത്മാക്കൾക്ക് സംഖ്യയില്ല എന്നും അവർ തൻ്റെ തന്നെ രൂപേണ നിത്യന്മാരാണ് എന്നും ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിത്യതയും ഈ സർവവ്യാപിത്വവും ജീവാത്മാക്കൾക്ക് വരും. ഇത് തന്നെയാണ് ഈശ്വരനുള്ളത്. ഇപ്പൊ സമാന ഗുണമുള്ളവരിൽ ഒരാൾ മറ്റൊരാളെ ശാസിക്കാൻ യോഗ്യനെന്നും മറ്റൊരാള് കീഴടങ്ങിയിരിക്കണമെന്നും എന്ന ഒരവസ്ഥ വരില്ല. അങ്ങനെയെങ്കിൽ ജീവാത്മാക്കളെ ശാസിക്കുന്നവനാണ് അവിടുന്ന് എന്ന് സകല പ്രമാണങ്ങൾ പറയുന്നതിലും ശരിയല്ല. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെങ്കിൽ എങ്ങനെയാണ് ഈശ്വരനാകുന്ന പരമാത്മാവിനെ ജീവനെ ശാസിക്കാൻ സാധിക്കുക? ഇതിനൊരു സംശയം. അപ്പൊ പറയുകയാണ്, ഏതൊരു വസ്തുവാണോ മറ്റൊന്നിന്റെ വികാരപ്രായമായി ജനിക്കുന്നത് അത് ആ വസ്തുവിനെ നിയമിക്കാൻ മതിയാകും എന്നാണ് നിയമം. ജീവനെ നിയമിക്കാൻ മതിയായ വസ്തു ഏതാണോ, യാതൊരു വസ്തു കാരണത്വേന എല്ലാത്തിലും ചേർന്നതായും അറിയുന്നു എന്ന് പറയുന്നവരുടെ അറിവിന് ദോഷമുണ്ട്. അറിവിന് വിഷയമാകാതെയും ഇരിക്കുന്ന ആ ജീവാത്മാക്കളെ നിയമിക്കുന്ന അവിടുത്തെ സ്വരൂപം അതാണ്. അപ്പോ പരമാത്മാവായ അങ്ങയിൽ നിന്ന് അവിദ്യാകൃതമായിരിക്കുന്ന പലതരത്തിലുള്ള ഉപാധികളായി അംശങ്ങളായി ജീവാത്മാക്കൾ ജനിച്ച് ജനന മരണങ്ങളെ അടയുന്നു. അങ്ങനെ ആ ജീവന്മാരെ ശാസിച്ച് അവരുടെ അവിദ്യയെ കാരുണ്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ നശിപ്പിച്ച് അവരുടെ നിയന്താവായിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് പരമാത്മാവ്, ഞങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ജീവന്റെ ആ ഉപാധി നാശത്തോടുകൂടി ജീവത്വം ഇല്ലാതെയാവുന്നു. അതേപോലെ തന്നെ ഉപാധി സംബന്ധം നശിക്കുമ്പോൾ ആ അംശത്വം നശിച്ച് സച്ചിദാനന്ദ സ്വരൂപമായി പ്രകാശിക്കും. അതുകൊണ്ട് അവിദ്യാവസ്ഥയിൽ ബന്ധവും അവിദ്യാ നിവൃത്തിയിൽ മോക്ഷവും എന്നുള്ളത് സത്യമാണ്. അതിലൊട്ടും തന്നെ ദോഷമുണ്ടാവണില്ല. ഇതാണ് ഞങ്ങളുടെ മതം എന്ന് ആ ശ്രുത്യഭിമാനികളായ വേദാഭിമാനികളായ ദേവതകളുടെ മുഖത്ത് നിന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നിൽ നിന്ന് ഭിന്നമായ മറ്റൊരു വസ്തുവിനെ എന്ന പോലെ ജീവാത്മാവ് പരമാത്മാവിനെ അറിയുകയല്ല, ജീവാത്മാവ് തന്നെ കർമ്മദോഷം കൊണ്ടുണ്ടാകുന്ന കാരണോപാധി ഭക്തി നിമിത്തം നശിക്കുമ്പോൾ പരമാത്മാവായി തന്നെ മാറുന്നു എന്ന് തിരിച്ചറിയുന്നു. അതാണ് മുക്തി. അതുകൊണ്ട് പരമാത്മാവ് സർവാന്തരനായിട്ട് ജീവനിയന്താവായി ഭവിക്കുന്നു. എല്ലാ ലോകത്തിൻ്റെയും അന്തര്യാമി, എല്ലാത്തിനെയും അതിൻ്റെ നിലയ്ക്ക് നിർത്തുന്ന ആരാണോ ശ്രുതിയുക്തികൾ കൊണ്ട് നിശ്ചയിക്കപ്പെടാൻ യോഗ്യൻ, ആ സർവജ്ഞൻ, ആ സർവശക്തനായ നൃസിംഹൻ, ആ പുരുഷോത്തമനെ ചിദ്രൂപമായ ചേതസ്സുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നു. ശ്രീമന്തം തം ചേതസൈവാവലംബേ എന്നാണ്. സർവജ്ഞനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആശ്രയിക്കുന്നു. നഘടത ഉദ്ഭവ പ്രകൃതി പൂരുഷയോരജയോരുഭയയുജാ ഭവന്ത്യ സുഭൃതോ ജലബുദ്ബുദവൽ
ത്വയിത ഇമേ തതോ വിവിധ നാമ ഗുണൈ പരമേ സരിത ഇവാർണവേ മധുനിലില്ലുരശേഷരസാം. അജയോ ജനിക്കാത്തവരായ പ്രകൃതി പൂരുഷയോ മായയുടെയും ആത്മാവിൻ്റെയും ഉദ്ഭവം ന ഘടത്തെ ചേരുന്നില്ല. ഉഭയയുജ രണ്ടിൻ്റെയും ചേർച്ച കൊണ്ട് ജലബുദ്ബുദവൽ ജലത്തിലെ ബുദ്ബുദം നീർപ്പോളകൾ പോലെ അസുഭൃത പ്രാണികൾ ഉണ്ടാവുന്നു. തഥ അത് കാരണം പരമേ ത്വയി ഉപാധിരഹിതനായിരിക്കുന്ന അങ്ങയിൽ ഇമേ ഈ പ്രാണികൾ വിവിധ നാമഗുണ പലതരത്തിലുള്ള നാമങ്ങളും ഗുണങ്ങളോടും കൂടി മധുനി അശേഷരസ ഇവ തേനിൽ സകല പുഷ്പരസങ്ങൾ എന്നതുപോലെ അർണവേ സരിത ഇവ സമുദ്രത്തിൽ നദികൾ എന്നതുപോലെ ലയിച്ചു. പരമാത്മാവിൽ നിന്ന് ജീവാത്മാക്കൾ ജനിക്കുന്നുവെങ്കിൽ നിയാമക നിയമ്യഭാവം ചേരുമെങ്കിലും ജനനമുള്ളവയ്ക്ക് നാശമുണ്ട് എന്നുള്ളത് കൊണ്ട് ജീവാത്മാക്കൾ ഒരിക്കലും നിത്യമല്ല എന്ന് വരും. അങ്ങനെയെങ്കിൽ മോക്ഷം എന്നത് സ്വരൂപഹാനി തന്നെയാണ്. സ്വപ്രകാശാനന്ദാത്മാവിന് അവിദ്യാകൃതങ്ങളായ അനർത്ഥങ്ങളുടെ നിവൃത്തി മാത്രമായിട്ട് തീരും മോക്ഷം. അപ്പൊ മോക്ഷം എന്ന സിദ്ധാന്തത്തിനും ഭംഗം വരുന്നത് കൊണ്ട് ഉപാധി ജന്മം കൊണ്ട് തന്നെ ജീവാത്മാക്കളുടെ ജന്മം എന്നല്ലാതെ വേറൊരു തരത്തിലും ചേരില്ല. പ്രകൃതിയാണ് ജീവരൂപേണ ജനിക്കുന്നത് എന്ന് വന്നാൽ ജീവാത്മാക്കൾക്ക് ജഡത്വം ഉണ്ടാവുകയും ചെയ്യും. ഇനി പുരുഷനാണ് ജീവനായി ജനിക്കുന്നതെന്ന് വന്നാൽ പുരുഷൻ ആ വികാരമുള്ളവനാണ് എന്നൊരു ദോഷം സംഭവിക്കും. പ്രകൃതി പുരുഷന്മാർ ഇരുവരും ചേർന്ന് ജനിക്കുന്നു എന്നാലും ഈ ദോഷം സംഭവിക്കും. അതുമാത്രമല്ല പ്രകൃതിയെ അജ ജനിക്കാത്തത് എന്നും പുരുഷനെ അജൻ ജനിക്കാത്തവനെന്നും വേദം പറയുന്നുണ്ട്. അപ്പൊ പ്രകൃതി പുരുഷന്മാർ രണ്ടുപേരും ജന്മത്തോടു കൂടാത്തവരാണ്. അങ്ങനെയെങ്കിൽ പ്രകൃതി പുരുഷന്മാർ രണ്ടുപേരും ജനിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ജീവാത്മാക്കൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് അത് പ്രകൃതി പുരുഷന്മാരുടെ ഐക്യം കാരണമാണ്. അതുകൊണ്ട് അന്യോന്യാധ്യാസം കൊണ്ടുള്ള ജന്മമല്ലാതെ പാരമാർത്ഥികമായ ജന്മം ജീവാത്മാക്കൾക്കില്ല. ജന്മമില്ലാത്തത് കൊണ്ട് നാശമുണ്ട് എന്ന് പറയാനും സാധിക്കില്ല. അപ്പൊ പ്രകൃതി കൊണ്ട് പാരതന്ത്ര്യമുള്ളതിനാൽ ജീവനെന്നും അതില്ലാത്തതിനാൽ ഈശ്വരനെന്നും ഉള്ള ആ രീതി. ഇപ്പൊ ജീവാത്മാക്കളുടെ ജന്മം ഏതുപോലെയാണ്? നീർപ്പോള പോലെയാണെന്നാണ്. കാറ്റുകൊണ്ടും ജലം കൊണ്ടും നീർപ്പോളകൾ ഉണ്ടാകുന്നില്ല. കാറ്റും വെള്ളവും തമ്മിൽ യോജിച്ചാൽ ഉണ്ടാവും. കാറ്റുള്ളത് കൊണ്ട് നീർപ്പോള ഉണ്ടാവില്ല, വെള്ളമുള്ളത് കൊണ്ട് നീർപ്പോള ഉണ്ടാവില്ല. അത് രണ്ടും ഉണ്ടാവുമ്പോഴാണ് നീർപ്പോള ഉണ്ടാവുക. അതേപോലെ പ്രകൃതി കൊണ്ടും പുരുഷനെ കൊണ്ടും ജീവാത്മാക്കൾക്ക് ഉത്ഭവം ഇല്ല. അവർ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്നു. അങ്ങനെ ജീവജന്മം മായോപാധികനായ ഭഗവാനിൽ നിന്നായതുകൊണ്ട് പലതരത്തിലുള്ള നാമങ്ങളോടും ഗുണങ്ങളോടും കൂടിയ ഉപാധികളോടുകൂടി ജീവാത്മാക്കൾ ആ ഭഗവാനിൽ തന്നെ ഏതുപോലെ തേനിൽ പൂക്കളുടെ രസം എന്നതുപോലെ സമുദ്രത്തിൽ നദികൾ എന്നതുപോലെ സുഷുപ്തിയിലും പ്രളയത്തിലും ലയിക്കണു എന്നാണ്. നിരവധി പുഷ്പങ്ങളിൽ നിന്ന് എടുത്ത രസമാണ് തേൻ. എന്നാൽ ഇന്ന പുഷ്പത്തിൽ നിന്ന് വന്ന രസമാണ് ഇത് എന്ന പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും സാമാന്യമായൊരു രസമുണ്ട്. ഇതുപോലെ പലതരത്തിലുള്ള വിശേഷ പ്രതിഭാനം സുഷുപ്തി പ്രളയങ്ങളിൽ ഇല്ലെങ്കിലും സ്വാഭാവികമായ സാമാന്യമായ പ്രതിഭാനമുണ്ട്. അപ്പൊ പുഷ്പരസങ്ങൾ തേനിൽ എന്നതുപോലെ ജീവാത്മാക്കൾ ഭഗവാനിൽ ലയിക്കുന്നു. സുഷുപ്തി പ്രളയകാലങ്ങൾക്ക് ചേർന്നതാണ്. അവിടെ കാരണമായ ഉപാധിക്ക് നാശമില്ല. സ്ഥൂല സൂക്ഷ്മമായ ഉപാധികൾ നശിക്കും. സമുദ്രത്തിൽ നദികൾ എന്നതുപോലെ എന്നാണ് അടുത്തതായിട്ട് പറഞ്ഞത്. ഇപ്പൊ ജീവൻ കാരണോപാധിയിൽ നിന്ന് ഭക്തിജ്ഞാനങ്ങൾ കൊണ്ട് മുക്തനാവും. അങ്ങനെ സർവ ഉപാധികളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോൾ ആ ഭഗവാനും ജീവനും ഒന്നായിത്തീരും. കാരണമായ ജ്ഞാനം അവിടെ നശിക്കുന്നു. നദികൾ നാമരൂപങ്ങളും ജലരസഭേദങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ അത് ഏതുവരെയുള്ളൂ? സമുദ്രത്തിൽ ലയിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഗോപികമാര് ഭഗവാനോട് ചേരുന്ന രാസലീലയിലും ഇതേ ഭാവം ആണ് നമ്മൾ കാണേണ്ടത് എന്ന് വ്യാഖ്യാതാക്കൾ, ജ്ഞാനികൾ, പൂർവസൂരികളായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു.
അപ്പൊ ജലരസഭേദങ്ങൾ, നാമരൂപങ്ങൾ നദികൾക്ക് സമുദ്രത്തിൽ ചേരുന്നത് വരെയുള്ളൂ. അതുവരെ പല പേരുകളുണ്ട്. സമുദ്രത്തിൽ ചേർന്നാലോ പിന്നെ ഒരൊറ്റ സമുദ്രം. ഇതേപോലെ അപ്പോ ചേർന്നതിനു ശേഷം എല്ലാത്തിനും സമുദ്രത്തിലെ രസത്തോടുകൂടി ഐക്യം വരുന്നു അല്ലാതെ നദികളുടെ നാമരൂപരസങ്ങളുടെ ആ പ്രകാശം സാമാന്യമായിട്ടോ വിശേഷമായിട്ടോ സമുദ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കേവലം സമുദ്രരൂപമായി മാറുന്നു. പിന്നെ അവിടെ നദികൾക്ക് സ്ഥാനമില്ല. ഇതേപോലെ ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുമ്പോൾ ജീവൻ ഈശ്വരനുമായി ഏകീഭൂതമായി മാറുന്നു. ഈ സന്ദർഭത്തിലും ശ്രീധരാചാര്യ സ്വാമികൾ ഭഗവത് സ്വരൂപത്തെ നൃസിംഹമായി കണ്ടുകൊണ്ട് ആ നരസിംഹമൂർത്തിയെ ധ്യാനിക്കുന്ന ഒരു ശ്ലോകം, യസ്മിന്നുദ്യദ്വിലയമപി യദ്ഭാതി വിശ്വം ലയാദൗ ജീവോപേതം ഗുരുകരുണയാ കേവലാത്മാവബോധേ അത്യന്താന്തം വ്രജതി സഹസാ സിന്ധുവൽ സിന്ധുമധ്യേ മധ്യേ ചിത്തം ത്രിഭുവന ഗുരും ഭാവയേ തം നൃസിംഹം എന്നാണ്. തസ്മിന്നുദ്യദ്വിലയമപി, പ്രളയം സുഷുപ്തി അവസ്ഥകളിൽ ഈ ലോകം ദേഹാദി പ്രപഞ്ചമൊക്കെ ഇല്ലാതെയായി തോന്നുമെങ്കിലും തീരെ നശിക്കില്ല എന്നാണ്. ദേഹാദി പ്രപഞ്ചം സുഷുപ്തി കാലത്തിൽ അജ്ഞാനത്തിലും പ്രളയത്തിൽ ഈശ്വരമായയിലും ലയിക്കും. മായ ഈശ്വരിൽ അടങ്ങും. അപ്പോ സൃഷ്ടികാലത്തിൽ പ്രപഞ്ചം വീണ്ടും ഉണ്ടാവുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ കാര്യവിചാരാദികൾ കാണപ്പെടുന്നു. തീരെ നശിച്ചുവെങ്കിൽ പിന്നെ കാണില്ല. ഇപ്പോൾ പരമഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് അജ്ഞാനം എപ്പോഴാണോ നശിക്കുന്നത് അപ്പോൾ ജീവൻ പരമാനന്ദ സമുദ്രത്തിൽ ഒന്നായി തീരുന്നു. നദികൾ സമുദ്രത്തിൽ എന്നത് പോലെ സിന്ധുവൽ സിന്ധു മധ്യേ മധ്യേ ചിത്തം. അങ്ങനെ സർവപ്രപഞ്ചത്തിൻ്റെയും ഉൽപ്പത്തിയും ലയവും അവസാനത്തിലുള്ള ആ മുക്തിയും ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആ ത്രിഭുവന ഗുരുവായിരിക്കുന്ന നരസിംഹമൂർത്തിയെ ഞാനിതാ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏറെക്കുറെയുള്ളൊരർത്ഥം. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞു, നൃഷുതവമായയാ ഭ്രമമീഷ്വപഗത്യഭൃശം ത്വയി സുധിയോ ഭവേദധതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവയദ്ഭൃകുടി സൃജതി മുഹുസ്തൃണേമിരഭവച്ചരണേഷു ഭയം. സുധിയ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, നല്ല ശ്രേഷ്ഠമായ സുബുദ്ധിയോട് കൂടിയവർ. അമീഷു നൃഷു, ഈ മനുഷ്യരിൽ തവ അവിടുത്തെ മായ കൊണ്ട് ഉള്ള ഭ്രമത്തെ അവഗത്യ, അതിനെ മനസ്സിലാക്കിയിട്ട് അഭവേ ത്വയി അനുപ്രഭവം ഭാവം ഭൃശം ദധതി, സംസാരത്തോടു കൂടാത്ത അഭവേ അങ്ങയിൽ അനുപ്രഭവം, പിന്നെയും പിന്നെയും ഉത്കർഷത്തോടു കൂടിയ മുക്തിയെ ധരിക്കുന്നു. അവിടുത്തെ അനുവർത്തത സേവിക്കുന്നവർക്ക് ഭവഭയം കഥം, എങ്ങനെയാണ് ഈ സംസാര ദുഃഖം ഉണ്ടാവുക? യത്ത്, ഏത് കാരണം കൊണ്ടാണോ അങ്ങയുടെ ഭൃകുട്ടി, ഭ്രൂഭംഗമായിരിക്കുന്ന തൃണേമി, 3 ചക്രധാരകളോട് കൂടിയ ആ കാലം, അഭവച്ചരണേഷു, അവിടുത്തെ ശരണം പ്രാപിക്കാത്തവരിൽ ഭയം മുഹു സൃജതി, വീണ്ടും വീണ്ടും പേടി ഉണ്ടാക്കുകയും ചെയ്യും. ഭഗവാന്റെ മായ കൊണ്ടുണ്ടാകുന്നതാണ് ജീവാത്മാക്കൾക്ക് ജനനവും മരണവും, ആ ബന്ധങ്ങൾ. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അവരത് മനസ്സിലാക്കിയിട്ട് ഈ സംസാര സങ്കട കടലിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ നമ്മളെ രക്ഷിക്കുന്ന ഭഗവാനിൽ ഉത്കർഷത്തെ പ്രാപിക്കുന്നു. അതെങ്ങനെ ഉണ്ടാവും? നിരന്തരമായ സാധന കൊണ്ട്, ഭക്തി കൊണ്ട്. അങ്ങനെ അവിടുത്തെ ആശ്രയിക്കുന്ന ആളുകൾക്ക്, സേവിക്കുന്ന ആളുകൾക്ക് സംസാര ഭയം ഒരിക്കലും ഉണ്ടാവില്ല. ആദിത്യനുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഭഗവത് ഭക്തന്മാർക്ക് ഭഗവാന്റെ മായയെ ഒരിക്കലും പേടിയുണ്ടാവില്ല. അവര് ഒരിക്കലും മായാൽ ആക്രമിക്കപ്പെടില്ല. എന്നാൽ അവിടുത്തെ ആരാണോ രക്ഷിതാവായിട്ട് അംഗീകരിക്കാതിരിക്കുന്നത് അവർക്ക് ശീതം, ഉഷ്ണം, വർഷം എന്നീ 3 ചക്രങ്ങളോട് കൂടിയ കാലം
ജനിമൃതി എന്ന ഭയത്തെ ഉണ്ടാക്കും. അതേസമയം അങ്ങയെ ഭജിക്കുന്ന ആളുകൾ, അങ്ങയെ ആരാധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ കാലത്തിൻ്റെ ശക്തി അവരെ ബാധിക്കില്ല. ഇതാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രത്യേകത. ശ്രീധരാചാര്യസ്വാമികള് പറയുന്നു, ഈ സംസാര ചക്രമാകുന്ന ഈർച്ചവാൾ അതുകൊണ്ട് ഇങ്ങനെ മുറിക്കപ്പെട്ടും പല പല ജന്മങ്ങളാകുന്ന ദുഃഖത്തിൽപ്പെട്ടും ജീവന് എപ്പോഴെങ്കിലും ഏതോ ഒരു പുണ്യവിശേഷം കൊണ്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യജന്മം കിട്ടണം. അങ്ങനെ ആ മനുഷ്യജന്മം സിദ്ധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ശരണം പ്രാപിക്കുന്ന ആ മനുഷ്യവർഗമുണ്ടല്ലോ, ആ മനുഷ്യവർഗത്തെ അല്ലയോ ഭഗവാനെ, ഹേ നൃസിംഹമൂർത്തെ, കഥഞ്ചിതാപന്നമിഹ പ്രപന്നം ത്വമുദ്ധര ശ്രീ നൃഹരേ നിർലോകം എന്നാണ്. അങ്ങനെയുള്ള ആ മനുഷ്യവർഗത്തെ, നിർലോകത്തെ അല്ലയോ ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണേ, ഉദ്ധരിക്കണേ എന്ന പ്രാർത്ഥനയാണ് 32ാമത്തെ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകത്തിലോ വിചിതഹൃഷീക വായുഭിരദാന്തമനസ്തുരഗം യൈഹയതന്തിയന്തുമതിലോലമുപായഖിത വ്യസനശതാന്വിതാ സമവഹായ ഗുരോശ്ചരണം വണിജ ഇവാജ സന്ധ്യകൃതകർണധരാ ജലധൗ. അജ ജന്മമില്ലാത്തവനെ, യേ ഗുരോചരണം സമവഹായ ആരാണോ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കാതെ, അതിലോലം അദാന്തമനസ്തുരകം ഏറ്റവും ചപലമായിരിക്കുന്ന അടക്കമില്ലാത്ത മനസ്തുരകം മനസ്സാകുന്ന കുതിരയെ, വിചിത ഋഷീക വായുഭി നല്ലപോലെ ജയിച്ച ഇന്ദ്രിയങ്ങൾ കൊണ്ടും വായു കൊണ്ടും എന്തും യതന്തി ഒതുക്കാനായിട്ട് പ്രയത്നം ചെയ്യുന്നത് തേ അവർ, ഉപായഖിത ഉപായങ്ങളിൽ ക്ലേശിക്കുന്നവരായി, വ്യസനശതാന്വിത പലതരത്തിലുള്ള ദുഃഖങ്ങളോടുകൂടി, അകൃത കർണധര തോണിക്കാരനില്ലാത്തവരായ വണിജ കച്ചവടക്കാർ, ജലധൗ ഇവ സമുദ്രത്തിൽ എന്നതുപോലെ, ഇഹ സന്ധി ഇവിടെ വർത്തിക്കുന്നു. വേദസ്തുതിയില് വേദങ്ങള് സംസാരത്തിന്റെ ദുഃഖത്തിന് ഏറ്റവും അനുയോജ്യമായത് ഭക്തിയാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ്. ആ ഭക്തി എങ്ങനെയുണ്ടാവും? അത് ഗുരോരനുഗ്രഹേണൈവ ഗുരുകാരുണ്യം കൊണ്ട് മാത്രം ഉണ്ടാവുള്ളൂ. ഗുരുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ, ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കാത്ത ആളുകൾ സംസാര സമുദ്രത്തിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങി ക്ലേശിക്കേണ്ടി വരുന്നതാണ്. ഇന്ദ്രിയങ്ങളെ ജിതേന്ദ്രിയന്മാരായി പ്രാണായാമം ചെയ്ത് ആ പ്രാണനെ വേണ്ട പോലെ അടക്കാൻ സാധിച്ചവർ ആണെങ്കിൽ പോലും അതിചഞ്ചലമാകുന്ന മനസ്സാകുന്ന കുതിരയെ ശിക്ഷിച്ച് വശീകരിക്കാൻ ഗുരുവിനെ ആശ്രയിക്കാതെ മറ്റ് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ എപ്പോഴും ദുഃഖിക്കേണ്ടി വരും എന്നാണ്. ഏതുപോലെ കപ്പൽക്കാരനെ ആശ്രയിക്കാതെ കപ്പലിലിരുന്ന് യാത്ര പുറപ്പെടുന്ന കച്ചവടക്കാരൻ, അവർക്ക് ഈ കടലിൻ്റെ മറുകര കടക്കാനുള്ള ആ കപ്പിത്താനെ ആശ്രയിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ഈ കടലിൻ്റെ നടുവിൽ ഇതിങ്ങനെ കിടക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മുങ്ങിപ്പോവും. ഇതേപോലെ ഈ സംസാര സമുദ്രത്തിൽ മുങ്ങാതിരിക്കണമെങ്കിൽ ഗുരുസേവാപൂർവകമായിരിക്കുന്ന യജ്ഞം ചെയ്യണം. അങ്ങനെ സംസാര സമുദ്രത്തിൻ്റെ മറുകര കടക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല. ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുചരണം ശരണം എന്നുള്ളതാവണം നമ്മുടെ ആപ്തവാക്യം. യഥാ പരമാനന്ദ ഗുരോ ഭവത്പദേ പദം മനോമേ ഭഗവം ലഭേത തഥാ നിരസ്താഖില സാധന ശ്രമശ്രയേയ സൗഖ്യം ഭവത കൃപാത. ഭഗവാനെ, പരമഗുരുവായിരിക്കുന്ന ഭഗവാനെ, എൻ്റെ മനസ്സിന് എപ്പോഴാണോ അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവുന്നത്, അപ്പോഴാണ് ഒരു സാധനയുമില്ലാതെ, ഒരു തരത്തിലുള്ള യത്നവുമില്ലാതെ അയത്നമായി എനിക്ക് അങ്ങയുടെ ആ പാദാരവിന്ദത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരു ഈശ്വരതുല്യനാണ്, ഗുരുവും ഗോവിന്ദനും ഒരുമിച്ച് വന്നാൽ ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം എന്ന് പറയാറുണ്ട്. ഇതേപോലെ പറയുകയാണ്, അങ്ങനെ വന്നാൽ ഞാൻ സൗഖ്യത്തിലേക്ക് എത്തും. അതിന് എന്നിൽ
കരുണയുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണു ശ്രീധരാചാര്യസ്വാമികൾ. നമുക്കും ആ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഭഗവത് സപര്യ ഭഗവത് ഉപാസന നമുക്കും സമർപ്പിക്കാം. നമ്മളിലും ആ ഭക്തി ഉണ്ടാവട്ടെ. ഗുരു ചരണങ്ങളിൽ എന്നെന്നും ആ സ്മരണയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.